യു.എ.ഇയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. മഴ പെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും ചോർന്നൊലിക്കുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിലാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാകില്ല. കാരണം നമുക്ക് പ്രിയപ്പെട്ട നാട്ടിലാണ് മഴക്കെടുതി ഉണ്ടായിരിക്കുന്നത്. തുടക്കത്തിൽ മഴയെന്ന അനുഭൂതിയായിരുന്നു അതെങ്കിൽ പിന്നീട് അവസ്ഥ മാറി മറിയുകയായിരുന്നു. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോസും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടായിരിക്കണം പെട്ടെന്ന് ഗൾഫ് രാജ്യങ്ങളിൽ മഴ വില്ലനായി മാറിയത്? അതിന്റെ ഉത്തരം തേടുകയാണ് ഇന്നത്തെ വീഡിയോ. മലയാളികൾ കൂടുതലായും കാണപ്പെടുന്ന മേഖലയാണ് ഗൾഫ്. ഈ രാജ്യങ്ങളുടെ പുരോഗതിയിൽ തീർച്ചയായും എടുത്തു പറയേണ്ടതാണ് മലയാളികളുടെ വിയർപ്പിന്റെ കഥ. നമ്മുടെ നാടിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് ഗൾഫ് രാജ്യങ്ങൾ. എന്നാൽ ഇന്ന് അവിടെ വെള്ളപ്പൊക്കം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ദുബായ് അടക്കമുള്ള ഇടങ്ങളിൽ ഇതുവരെയും കാണാത്ത വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് നിരവധി മനുഷ്യർ മരിച്ചു കഴിഞ്ഞു. വീടുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ദുബായ് എയർപോർട്ട് അടക്കമുള്ളവ അടയ്ക്കുക വരെ ചെയ്തു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി യു.എ.ഇക്ക് പരിചിതമല്ലാത്ത കാലാവസ്ഥയുണ്ടാക്കിയ ആഘാതത്തിന്റെ നടുക്കത്തിലാണ് അവിടുത്തെ മനുഷ്യർ. യു.എ.ഇയിൽ ഒരു വർഷം പെയ്യേണ്ട മഴ ഒരു ദിവസം കൊണ്ടാണ് കുത്തിപ്പെയ്തത്. എന്താണ് ദുബായിലെ ഈ പ്രളയത്തിന് കാരണമായതെന്ന ചർച്ച പുരോഗമിച്ചു വരികയാണ്. കൃത്രിമമായി മഴ പെയ്യ്ക്കുന്നതിനു വേണ്ടിയുള്ള ക്ലൗഡ് സീഡിംഗ് ആണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ഒരു വിഭാഗം പറയുന്നു. ശരിക്കും അതാണോ കാരണം? നമുക്ക് പരിശോധിക്കാം. മഴമേഘങ്ങളെ ഉപയോഗിച്ച് കൃത്രിമമായി മഴ പെയ്യിക്കുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ്. അന്തരീക്ഷത്തിൽ മേഘങ്ങളുടെ ഘടനയിൽ വ്യത്യാസം വരുത്തി കൃത്രിമ മഴ പെയ്യിക്കുന്ന രീതി. മേഘങ്ങളിൽ മഴ പെയ്യുവാൻ വേണ്ടി നടക്കുന്ന സൂക്ഷ്മ ഭൗതിക പ്രവർത്തനങ്ങൾ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ മഴ പെയ്യിക്കുന്നതിനോ കൃത്രിമമായി മഞ്ഞ് വരുത്തുന്നതിനോ ആണ് ഉപയോഗിക്കുന്നത്. കൂടാതെ മൂടൽമഞ്ഞ് കുറയ്ക്കുന്നതിനും ഈ പ്രവർത്തനം ഉപയോഗിച്ചു വരുന്നുണ്ട്. ക്ലൗഡ് സീഡിങ്ങിന് സാധാരണ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം സിൽവർ അയോഡൈഡ്, ഡ്രൈ ഐസ് എന്നിവയാണ്. ഇത്തരത്തിൽ 0 ഡിഗ്രിയേക്കാൾ താഴെ തണുപ്പിച്ച വസ്തുക്കൾ മേഘത്തിലേക്ക് കടത്തിവിടുന്നു. ഈ സാങ്കേതിക വിദ്യയാണ് പ്രളയത്തിന് കാരണമായതെന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഈ വാദം പാടെ തള്ളുകയാണ് വിദഗ്ധർ. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന തരത്തിൽ മഴ പെയ്യിക്കാൻ സാധിക്കില്ലെന്നാണ് മെട്രോളജിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പ്രകൃതിയുടെ കാലാവസ്ഥയെ തകിടം മറിച്ച് മനുഷ്യർ കൊണ്ടുവരുന്ന ഇത്തരം നടപടികൾക്കെതിരെ ഈ സാഹചര്യത്തിൽ പോലും വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സംശയ നിവാരണം തീർക്കാനായി US നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനിലെ മുൻ ചീഫ് സയന്റിസ്റ്റ് റയാൻ മൗ രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്: ക്ലൗഡ് സീഡിംഗ് കാരണമല്ല കനത്ത മഴ പെയ്തത് എന്നത് ഉറപ്പാണ്. ക്ലൗഡ് സീഡിങ്ങിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ അത്രമാത്രം വെള്ളം ഉണ്ടായിരിക്കണം. നേർത്ത വായുവിൽ നിന്ന് ഇത്രയധികം മഴ പെയ്യിക്കാൻ സാധ്യമല്ല, റയാൻ മൗ പറയുന്നു. അപ്പോൾ എന്തായിരിക്കാം ഇതിനു കാരണം എന്ന ചോദ്യം ഉയർന്നു വന്നേക്കാം. മെട്രോളജിസ്റ്റുകളും കാലാവസ്ഥ നിരീക്ഷകരും പറയുന്നത് ഈ കനത്ത മഴയ്ക്ക് കാരണം കാലാവസ്ഥ വ്യതിയാനമാണെന്ന് തന്നെയാണ്. ദുബായിൽ കനത്ത മഴ പെയ്യുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. 3 ന്യൂനമർദ്ദങ്ങൾ വഴിയാണ് കൊടുങ്കാറ്റും പ്രളയവും ഉണ്ടായതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട്. അനാവശ്യമായി ക്ലൗഡ് സീഡിങ്ങിനെ കുറ്റപ്പെടുത്തുന്നത് കാരണം കാലാവസ്ഥാ പ്രവചനത്തെയും കാലാവസ്ഥയിലെ മാറ്റങ്ങളെയും എല്ലാം അവഗണിക്കുകയാണ് ചെയ്യുന്നതെന്ന് പെൻസിൽവാനിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ മൈക്കൽ മെൻ അഭിപ്രായപ്പെട്ടു. കനത്ത മഴയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീകരതയാണ് മനസ്സിലാക്കേണ്ടത്. ക്ലൗഡ് സീഡിങ്ങുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ യഥാർത്ഥ കാരണങ്ങളെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഇംപീരിയൽ കോളേജ് ഓഫ് ലണ്ടനിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ഫെഡറിക് ഓട്ടോയുടെ വാക്കുകളാണിത്. കടുത്ത വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിൽ കൃത്രിമ മഴ പെയ്യിക്കുന്നതിന് വേണ്ടിയാണ് ക്ലൗഡ് സീഡിംഗ് ഉപയോഗപ്പെടുത്തുന്നത്. യു.എ.ഇ പോലുള്ള ഇടങ്ങളിൽ അല്പമെങ്കിലും വെള്ളം ലഭിക്കുന്നതിനായി ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമ മഴ പെയ്യിക്കാറുമുണ്ട്. പശ്ചിമേഷ്യയിൽ പൊതുവിൽ കനത്ത മഴയോ വെള്ളപ്പൊക്കമോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രളയം പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് പറയാൻ കഴിയില്ലെന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് റീഡിംഗ് മെട്രോളജിയിലെ പ്രൊഫസറായ സൂസന്ന ഗ്രേ അഭിപ്രായപ്പെട്ടത്. തെക്കൻ അറേബ്യൻ പെനിൻസുലയിൽ 2000 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ കനത്ത മഴ പെയ്ത 100ഓളം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മുമ്പും ദുബായിൽ പ്രളയമുണ്ടായിട്ടുണ്ട്. 2016 മാർച്ചിൽ ദുബായിൽ മണിക്കൂറുകൾക്കുള്ളിൽ 24 സെന്റിമീറ്റർ വരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നുവെന്നും വിദഗ്ധർ വിശദീകരിച്ചു. ചെറിയ തോതിൽ മഴ പെയ്യിക്കാൻ മാത്രമേ ക്ലൗഡ് സീഡിങ്ങിലൂടെ സാധിക്കുകയുള്ളൂ എന്നും അവർ ആവർത്തിച്ചു പറഞ്ഞു. കേരളത്തെ എങ്ങനെയാണ് ഈ പ്രളയം ബാധിക്കുക എന്ന് പരിശോധിച്ചാലോ? ചെറുകിട കടകളും വൻകിട കമ്പനികളും ഉൾപ്പെടെ എല്ലാ വ്യവസായങ്ങളെയും ഈ മഴ ഇതിനോടകം തന്നെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഗൾഫ്. ഇപ്പോൾ മഴ പെയ്യുന്നത് ഗൾഫ് നാടുകളിലാണെങ്കിലും മുങ്ങിപ്പോകുന്നത് കേരളമാണ്. ഗൾഫിലെ ഒരു ചെറിയ പ്രതിസന്ധി പോലും കേരളത്തിലെ
അനേകം കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കും. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ സമ്പാദ്യവും അവരുടെ അധ്വാന ഫലവും ഈ മഴവെള്ളത്തിൽ ഒലിച്ചു പോകുകയാണ്. ഗൾഫിലെ കട ഒരു ദിവസം അടച്ചു കിടക്കുകയോ ഒരു കമ്പനി ഒരാഴ്ച പൂട്ടിക്കിടക്കുകയോ ചെയ്താൽ കേരളത്തിലെ എത്രയോ അടുപ്പുകളിൽ തീകെടും. എത്രയോ കുഞ്ഞുങ്ങൾക്ക് പുതിയ കുപ്പായം എന്ന സ്വപ്നം അസ്തമിക്കും. എത്രയോ വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ നിലയ്ക്കും. എത്രയോ വാതിലുകളിൽ ജപ്തി നോട്ടീസുകൾ പതിയും. ഇത്രമേൽ ബന്ധപ്പെട്ടു കിടക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളും കേരളവുമായുള്ള ബന്ധം. കേരളത്തെ പിടിച്ചുലച്ച പ്രളയത്തിൽ നമുക്ക് കൈത്താങ്ങായി നിന്നവരാണ് ഗൾഫ് പ്രവാസികൾ. ഇന്ന് അവരാണ് ആ ദുരിതകാലത്തിലൂടെ കടന്നു പോകുന്നത്. UAE, ഒമാൻ രാജ്യങ്ങളിൽ പ്രളയം മൂലം നിരവധി പേർ മരണപ്പെട്ടതോടെ ഇതിന്റെ തീവ്രത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സംഭവം അതീവ ദുഃഖകരമെന്നും കേരള സർക്കാരിന്റെ എല്ലാ പിന്തുണയും പ്രളയബാധിതർക്ക് ഉറപ്പു നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. വാർത്താക്കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നതിനോടൊപ്പം പ്രവാസികളും അവരുടെ കുടുംബാംഗങ്ങളും സുരക്ഷിതമായി അവിടുത്തെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ പ്രതിസന്ധി ഘട്ടം ഒരുമിച്ച് തരണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള സർക്കാരിന്റെ എല്ലാ പിന്തുണയും പ്രളയബാധിതർക്ക് ഉറപ്പു നൽകുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തെ പ്രതിനിധീകരിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഗൾഫിനോടൊപ്പം ഉണ്ടെന്ന് ഒരു ജനത വാക്കു നൽകുക കൂടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ മഴക്കെടുതിയിൽ കൈപിടിച്ചവരെ നമുക്കും ചേർത്തു നിർത്താം. ഈ സമയവും കടന്നു പോകുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.